ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാം, കാരണം രാവിലെ കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാകും. നമുക്ക് ഈ വീഡിയോയുടെ അത് കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് അംഗനവാടിയിൽ ഒരു ക്ലാസ് ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാനപ്പോൾ റെഡിയായി വീട്ടിൽ ഇറങ്ങാൻ കേട്ടോ. ലേറ്റായി, നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലായിട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എനിക്ക് പറ്റുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ജോം ചേട്ടൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഇനി നെക്സ്റ്റ് വീക്കാണ് വരുള്ളൂ. ജോം ചേട്ടൻ വീക്കിലി ആണ് കേട്ടോ വീട്ടിലേക്ക് വരുള്ളൂ. സൺഡേ മാത്രമേ ഓഫുള്ളൂ. അപ്പോൾ ആലുവയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ രാവിലെ ജോം ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ആൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. ആൾ ചായ ഇങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ ഞാൻ രാവിലെ അപ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാവർക്കുള്ള ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് പേര് പാൽ ചായ, കുറച്ച് പേര് കട്ടൻ ചായ, അങ്ങനെയാണ് ഇവിടുത്തെ കുടി കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ തിളച്ച് വന്നു. നമ്മുടെ ആമൂസ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ജോൻ ചേട്ടൻ പോയതൊന്നും ആമൂസ് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ചായ ഞാൻ എല്ലാവർക്കും എടുത്തു കേട്ടോ. ചായ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്നിരുന്ന് ചായ കുടിക്കുകയാണ്. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, കാരണം ജോം ചേട്ടൻ പോകണോണ്ട് തന്നെ നേരത്തെ പോകണമായിരുന്നു. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഞാൻ അങ്ങനെ എഴുന്നേക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി. അപ്പോൾ നമ്മുടെ പുറത്ത് വീടിൻ്റെ മുറ്റത്ത് തന്നെ ആത്തമരമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. നമ്മളവിടെ ആത്തച്ചക്ക അങ്ങനെയാണ് കേട്ടോ പറയാറ്. അപ്പോൾ അത് ആയിട്ടുണ്ടോ നോക്കണം. പക്ഷെ നല്ല റെഡ് കളർ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ കുറേ കഴിക്കുമായിരുന്നു. അപ്പോൾ ഈ കുരു അടക്കം കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കൊണ്ട്. അപ്പോൾ പിക്കു എന്നോട് വന്ന് പറയും, ഇങ്ങനെ കുരു ഫുള്ളായിട്ട് കഴിച്ചാലേ നിൻ്റെ വയറിൽ കിടന്നിട്ട് ആ കുരു വലുതായിട്ട് തലയിൽ കൂടെ വേരൊക്കെ വന്ന് മരമായി മാറുന്നു. നിങ്ങളോട് നിങ്ങളുടെ എന്താ പറയുക അനിയനോ ചേട്ടനൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞതാണ്. ഇതാ നല്ല കളറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് പഴുത്ത് കഴിയുമ്പോൾ സെറ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു റീൽസ് എടുക്കാൻ പോയപ്പോൾ പാടത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ താമര നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ താമരയാണോ അമ്പലമാണോ എന്ന് എനിക്കറിയില്ല. ഇതിന് പൂവുണ്ടായിട്ടില്ല ഇതുവരെ. നമ്മൾ പപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു. അതപ്പോൾ അത് പിടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിത് ഈ ഒരു ടൈപ്പ് ഓഫ് പായൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ട് കൊണ്ടിട്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ പുറത്തൊക്കെ നടന്നു. നമ്മുടെ പൂപ്പൂസ് രാവിലെ തന്നെ ജോം ചേട്ടൻ പോയ സങ്കടത്തിലിരിക്കുകയാണ്. ജോം ചേട്ടൻ പോകുമ്പോൾ നല്ല കരച്ചിലാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാൾ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. ഇന്നലത്തെ ചോറൊന്നും ഉണ്ടിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ആമക്കുട്ടി രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും എഴുന്നേറ്റ് വായോ എന്നുകൊണ്ട് ഞാൻ വിളിക്കുക. അപ്പോൾ ആൾ അവിടെ പപ്പേനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പപ്പ എന്ന് പറയുന്നത് എൻ്റെ പപ്പേനെയാണ്. ജോൻ ചേട്ടൻ പോയതൊന്നും ആൾ അറിഞ്ഞിട്ടില്ല. പപ്പ അപ്പുറത്തൂടെ പോകണ്ടായിരുന്നു. പപ്പ പപ്പ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇനി ആമൂസിൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ആമൂസിനെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. അതുകൊണ്ട് എനിക്ക് പോവാറായിട്ടോ. ലേറ്റായി, നേരത്തെ എത്തണം, കാരണം 9 മണിക്ക് ഡ്യൂട്ടി തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അവിടെ നേരത്തെ ഇറങ്ങണം. പക്ഷേ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ആമൂസിന് എടുത്തില്ലെങ്കിൽ ആമൂസിന് ഭയങ്കര സങ്കടം. അപ്പോഴേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഇടുകയാണ് കേട്ടോ. മേക്കപ്പ് ഇടാന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് BB ക്രീം ഇട്ട് അതിൻ്റെ മുകളിൽ കോമ്പാക്ട് പൗഡർ ഇടും. പണ്ടത്തെ പോലെ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാറില്ല. എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയിരിക്കണം നമ്മുടെ BB ക്രീമിൻ്റെ പോൺസിൻ്റെ. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു രസമാണ് കാണാനായിട്ട്. പിന്നെ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. പിന്നെ ഫുൾ മേക്കപ്പ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് ഒരു ക്ലാസ് എടുക്കാനുണ്ട്. പിന്നെ രാവിലെ ഫുഡിന് ചിക്കൻ കറി ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ ചിക്കൻ കറി. അതായത് തലേ ദിവസം വെച്ച ചിക്കൻ കറി എനിക്ക് പിറ്റേ ദിവസം വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ പിന്നെ ഞാൻ ആ ചെറുപയർ കൂട്ടി ചോറുണ്ടത് നമ്മൾ ബസ് കയറാനായിട്ട് പോവുകയാണ്. നമുക്കിനി ബസ്സിൽ കയറാം. അങ്ങനെ ഞാനിങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി, ഡിസ്പെൻസറിയിലെത്തി. ഞാൻ കോട്ടൊക്കെ ഇട്ട് മാസ്കൊക്കെ വെച്ച് നമ്മൾ ഡ്യൂട്ടി തുടങ്ങുകയാണ്. നമ്മളിന്ന് കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങും, കാരണം നമുക്കൊരു അംഗനവാടിയിൽ ക്ലാസ് എടുക്കാനുണ്ട്. നമ്മുടെ ഡിസ്പെൻസറിയിൽ ഓൾറെഡി ക്ലാസ് എടുത്തതാണ്. ഈ വീക്ക് നമ്മുടെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്, അവയർനെസ് ക്ലാസ് കുറേ സ്ഥലങ്ങളിൽ കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ലൈഡൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് എടുത്തു. അംഗനവാടിയിൽ ഒട്ടിക്കാനുണ്ട്, ക്ലാസ് എടുക്കാനുണ്ട്. ഞാൻ എനിക്കിനി പോണ വഴിയിൽ അംഗനവാടിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളൊരു 1:15 ഇപ്പോൾ ഡിസ്പെൻസറിയിൽ നിന്ന് ഇറങ്ങി. നമ്മൾ കാര്യമായിട്ട് ഒരു അംഗനവാടിയിലാണ് കേട്ടോ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. കുട്ടികളുടെ പാരൻസും പിന്നെ അവിടെയുള്ള എല്ലാവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിൻ്റെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനും ഞങ്ങളുടെ അവിടുത്തെ യോഗ ടീച്ചറുണ്ട്, രേവതി ചേച്ചി ഇതാണ് കേട്ടോ. ചേച്ചിയും കൂടിയാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ആളെ എനിക്ക് ജിമ്മൊക്കെ കാണിച്ചു തന്നു. ആളുടെ യോഗ സ്റ്റുഡൻസിൻ്റെ വീടൊക്കെ ഇവിടെ തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിനി കാണാം. തുടങ്ങിയാലോ? നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയായിരിക്കും.
ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആന്റിബയോട്ടിക് എല്ലാവരും കേട്ടിട്ടില്ല. കാരണം നമ്മളൊരു അസുഖം വരുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് കഴിച്ചാൽ മാറുക, അങ്ങനെയല്ല നമ്മൾ വിചാരിക്കുന്നത്. ആന്റിബയോട്ടിക് കഴിച്ചാലാണോ മാറുക? അപ്പൊ അത് കഴിക്കുന്നത് നല്ലതാണോ? പിന്നെന്താ നമ്മളത് കഴിക്കണേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വേണം. നമ്മൾ പണ്ട് തൊട്ട് വിചാരിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറുന്നതാണ് നമ്മുടെ ഒരു വിചാരം ഉണ്ടായിരുന്നത്. ആദ്യത്തെ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് പെൻസിലിൻ എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക് ആണ്. 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ ഒരാളാണ് കണ്ടുപിടിച്ചതായിരുന്നു. അന്ന് പട്ടാളക്കാർക്ക് അപകടങ്ങളൊക്കെ പറ്റി ഇൻഫെക്ഷനൊക്കെ പറ്റിയ സമയത്ത് ഈ ആന്റിബയോട്ടിക് ഒരുപാട് ഉപകാരപ്പെട്ടു. അങ്ങനെ ഒരുപാട് ജീവൻ നിലനിർത്താനായിട്ട് സാധിച്ചു. അപ്പൊ ആന്റിബയോട്ടിക്കിന്റെ കണ്ടുപിടുത്തം വലിയൊരു സംഭവമായിരുന്നു ആ സമയത്ത്. പിന്നീട് ഇങ്ങനെ കണ്ടുപിടുത്ത ആന്റിബയോട്ടിക് കൂടി വന്നു. ഓരോ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആന്റിബയോട്ടിക് കഴിച്ചാൽ മാറുന്നുള്ള ലെവലിലേക്ക് എത്തി. അപ്പൊ തന്നെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ ഇതിനൊരു മാറ്റം വരുന്നു പറഞ്ഞാലും ആൾക്കാർ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം കൂടി വന്നു. കാരണം ഇപ്പൊ എനിക്കൊരു പനി വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ വിചാരിക്കും, പനി 2 ദിവസമായി, കുറയണമൊന്നുമില്ല, ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ പാരസിറ്റാമോൾ അല്ലെങ്കിൽ സിട്രസിന് എഴുതുമ്പോഴത്തേക്കും നമ്മൾ എന്ത് പറയും, ഡോക്ടർ ആന്റിബയോട്ടിക്കിൽ എഴുതിട്ടാ മാറാൻ വേണ്ടിയിട്ടായെന്ന് പറയും. അപ്പൊ ഡോക്ടർ ചില ഡോക്ടേഴ്സ് എഴുതില്ല, ചില ഡോക്ടേഴ്സ് നമ്മൾ പറയുമ്പോൾ അങ്ങനെ എഴുതും. അങ്ങനെ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ഈ ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആന്റിബയോട്ടിക്കിന്റെ കണ്ടന്റ് കയറി കഴിയും. അപ്പൊ നമ്മുടെ ബോഡി കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. സ്ഥിരമായിട്ട് നമ്മളൊരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മരുന്നിനായിരുന്നു ബാക്ടീരിയനെ പേടി. പക്ഷെ ഇപ്പൊ ബാക്ടീരിയക്കായിരുന്നു മരുന്നിനെ പേടി. പക്ഷെ ഇപ്പൊ പേടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, നേരെ തിരിഞ്ഞു വന്നു. ബാക്ടീരിയക്ക് ആരെയും പേടിയില്ല. കാരണം നമ്മുടെ ഫുഡ്, ഓരോ ഹാബിറ്റ്സ്, ഇപ്പൊ നമ്മുടെ ശീലങ്ങളെല്ലാം മാറി, പണ്ടത്തെ പോലെയല്ല. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ആരോഗ്യക്കുറവുകൾ വന്നു. ഇപ്പൊ എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളില്ലാത്ത ആൾക്കാരില്ല. കുഞ്ഞു അസുഖങ്ങൾ എന്നും നമ്മുടെ ഡിസ്പെൻസറിയിൽ വരുന്ന ആൾക്കാർ, ചെറിയ ആൾക്കാരാണ് നടുവേദന, ബാക്ക് പെയിൻ, അത് ഇത്. കാരണം നമ്മുടെ ഹാബിറ്റ്സ് എല്ലാം മാറി. സോ നമ്മൾ അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അതായത് ഈ നവംബർ മാസത്തിലാണ് നമ്മൾ അതിനെ പറ്റി ദിനം ആചരിക്കുന്നത്. 20 കൊല്ലമായിട്ട് നമ്മൾ ആ ഒരു ഡേ ഇങ്ങനെ അവയർനെസ് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു 2050 ആകുമ്പോൾ WHO എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അവരാണ് ഈ ലോകത്തിലെ എല്ലാ മരുന്നുകൾ, അതുപോലെ തന്നെ അസുഖങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അവര് പേടിക്കുന്ന ഒരു 10 കാര്യങ്ങളുണ്ട്. ആ 10 കാര്യങ്ങളിലെ ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞ AMR, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. കാരണം ഒരു 2050 ആകുമ്പോൾ കണക്കുകൾ പറയുന്നത് ഒന്നിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്ന് ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നു, ക്യാൻസർ വന്നിട്ട് മരിക്കുന്നു. പക്ഷെ ഇനി 2050 ആകുമ്പോൾ AMR, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കാരണമാണ് ആൾക്കാർ മരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതാണ് പറയുന്നത്. സോ നമുക്കത് ഏതൊക്കെയാന്ന് നോക്കാം. ഡോക്ടർ നിർദ്ദേശിച്ച ആന്റിബയോട്ടിക്കുകൾ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ നിർദ്ദേശിക്കുകയോ അവരുമായി പങ്കുവെക്കുകയോ ചെയ്യുകയില്ല. ഡോക്ടർ നിർദ്ദേശിച്ച ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിച്ച അളവിലും സമയക്രമത്തിലും കാലയളവിലും കഴിക്കുക. അങ്ങനെ നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ക്ലാസ്സിൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തു. പിന്നെ ഒരു പ്രതിജ്ഞയൊക്കെ ചൊല്ലാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഞാനും നൈസായിട്ടൊരു ഉറക്കം കഴിഞ്ഞു, ആമൂസും നൈസായിട്ടൊരു ഉറക്കം കഴിഞ്ഞു. ഉറക്കം കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തോടെ കുറച്ച് നേരം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കും കേട്ടോ. ആമൂസിന് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തു കൂടെ വൈകുന്നേരം ഈ നടക്കാനായിട്ട്. ആമൂസ് ചെറിയൊരു ഉറക്കം മൂടിൽ തന്നെ, ഉറക്കം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആമൂസിനെ കഴിക്കാനായിട്ട് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ഞാൻ ആമൂസിൻ്റെ ടോയ്സ് എല്ലാം ഒതുക്കുന്നതാണ് എൻ്റെ മെയിൻ പരിപാടി. എന്നും അത് ഈ ബോക്സിലെ ടോയ്സ് ആമൂസ് ഇങ്ങനെ വാരി വലിച്ചു തരും കേട്ടോ എപ്പോഴും. അപ്പോൾ അതെല്ലാം ഒതുക്കി എല്ലാവരും വലിച്ചെത്തുന്ന വാരിയാണ്. സോ ഇനി നമുക്കത് കഴിഞ്ഞിട്ട് കാണാം. ഇനി ആമൂസിന് പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ ക്ലാസ്സിന് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് വന്നിട്ട് ഇനി ആമൂസിന് ചോറ് കൊടുക്കണം. ചോറ് കൊടുത്തിട്ട് വേണം, കഴിക്കൊന്നുമില്ല എന്നിരുന്നാലും ചോറ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് മേല് കൈയിട്ട് കിടക്കാറ് കേട്ടോ ആമൂസിന്. അപ്പോൾ ആൾക്കൊരു കംഫർട്ടായിരിക്കും, ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞതല്ലേ.
അത് ഞാനുണ്ടാക്കിയ ഫ്ലവറാണ് കേട്ടോ. അങ്ങനെ നീ നമ്മുടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം ക്ലാസ്സൊക്കെ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഇനി താഴെ പോയിട്ട് ആമുട്ടന് ചോറ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ വന്ന പോലെ എനിക്കും ഫുഡ് കഴിക്കണം. ഫുഡിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്നാണ് കേട്ടോ ഞാൻ ക്ലാസ്സൊക്കെ കേൾക്കാറ്. അപ്പോൾ അത് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് മേളിൽ നിന്ന് കാണാം. ഞങ്ങളല്ലെങ്കിൽ ഇങ്ങനെ മേളിലേക്കൊന്നും കയറി വരാറില്ല. ഇതാകുമ്പോൾ പിന്നെ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ.